കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കേരളം ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന രണ്ട് ഫലങ്ങൾ അത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെയുമാണ്. ചേലക്കര കഴിഞ്ഞ 28 വർഷമായി LDFിൻ്റെ പ്രത്യേകിച്ച് CPIMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പാലക്കാട് 2011 മുതൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ രണ്ടിടങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടന്നത്. ചേലക്കരയിൽ LDFും UDFും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നുവെങ്കിൽ പാലക്കാട് അത് LDF, UDF, NDA എന്നിങ്ങനെ ശക്തമായ ത്രികോണ മത്സരം നടന്നു. പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി ലോക്സഭാ സ്ഥാനാർത്ഥിയായി ജയിച്ചതുകൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇത്തവണ പോളിംഗിൽ കാര്യമായ കുറവാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. ആ കുറവ് 3 മുന്നണികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭയും പിരായിരി, മാത്തൂർ, കണ്ണാടി എന്നിങ്ങനെ 3 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അതിൽ നഗരസഭ എന്ന് പറയുന്നത് BJPയുടെ ഡോമിനന്റ് ഏരിയയാണ്. 52 സീറ്റുകളുള്ള നഗരസഭ 28 സീറ്റുകളുമായി BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു. മറ്റു 3 പഞ്ചായത്തുകൾ, അതിൽ പിരായിരി എന്ന് പറയുന്നത് UDFിൻ്റെ പരമ്പരാഗതമായി UDFിനെ പിന്തുണയ്ക്കുന്ന അവരുടെ ശക്തി കേന്ദ്രമാണ്. കണ്ണാടിയാണ് LDFിന് കൂടുതൽ അടിത്തറയുള്ള ഒരു പഞ്ചായത്ത്. മാത്തൂർ എന്ന് പറയുന്നത് UDFിനും LDFിനും ഒരുപോലെ ശക്തിയുള്ള പഞ്ചായത്താണ്. ഇതിൽ നഗരസഭ ഒഴികെ ബാക്കി 3 ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ പോളിംഗ് കൂടിയത് ഗുണകരമാകും, അത് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു 5000 വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJP അവസാന നിമിഷം അവകാശപ്പെടുന്നത്. അവർ വിജയം പ്രതീക്ഷിക്കുമ്പോൾ തന്നെ മറ്റു ചില ഘടകങ്ങൾ കൂടി അവർക്ക് അനുകൂലമായി വരണമെന്നവർ പറയുന്നുണ്ട്. അതിലൊന്ന് LDF അവരുടെ വോട്ടുകൾ, പരമ്പരാഗതമായി ഉള്ള വോട്ടുകൾ പൂർണ്ണമായും പിടിക്കണം. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വോട്ട് ഗണ്യമായിട്ട് UDFിന് പോയിരുന്നു. അവിടെ BJP ജയിക്കുമെന്നേ ഒരു ശ്രുതി പരന്നപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക ഉണ്ടായപ്പോൾ അത് തടയാനായിട്ട് അവസാന മണിക്കൂറുകളിൽ ക്രോസ് വോട്ടിംഗ് നടന്നു. അങ്ങനെയാണ് ഏതാണ്ട് 3859 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ E. ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിൽ നിന്നും എത്തിയ P. സരനാണ് LDFിന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ LDFിന്, പ്രത്യേകിച്ച് CPIMന് വലിയൊരു ആവേശം വന്നിട്ടുണ്ട്. ആ തരത്തിൽ അവരുടെ നിലനിൽപ്പിന് പോരാട്ടമായ ഒരു മത്സരത്തിൽ തങ്ങളുടെ വോട്ടുകൾ, രാഷ്ട്രീയ വോട്ടുകളെല്ലാം തന്നെ പിടിക്കാൻ കഴിയുക, ഒപ്പം സരിന്റെ വ്യക്തി മികവ് കൊണ്ട് ഒരു നിഷ്പക്ഷ വോട്ടുകളും കോൺഗ്രസിൽ നിന്നുള്ള കുറച്ച് വോട്ടുകളും പിടിക്കാൻ കഴിഞ്ഞാൽ അത് UDFിനെ ക്ഷീണം ചെയ്യും. ആ ഒരു ഗ്യാപ്പിൽ ഒരു ചുരുങ്ങിയ, ഒരു കുറഞ്ഞ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ച് കയറാം, ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതിന് ചില അടിസ്ഥാനങ്ങളുമുണ്ട്. ഒപ്പം തന്നെ അവസാന നിമിഷം BJP നേതാവായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയി. അത് തങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണ് അവർ വിലയിരുത്തുന്നത്. അതുവരെ പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ സന്ദീപ് വാര്യരുടെ പോക്ക് പാർട്ടിയെ ഒന്നാക്കുന്നതിൽ പങ്കുവഹിച്ചു. ഒറ്റക്കെട്ടായി മാറാനും അവസാന 2 ദിവസം ശക്തമായ പ്രചരണം നടത്തി പാർട്ടിക്കൊരു ശക്തി കൈവരിക്കാനും കഴിഞ്ഞുവെന്നവർ പറയുന്നു. അതിന്റെ ഗുണമുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവരൊരു 10,000-ന് മുകളിൽ ഭൂരിപക്ഷം അവർ അവകാശപ്പെടുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് തങ്ങളെ ബാധിക്കില്ല, തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് ഇന്നലെ അവർ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ എടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ MPയും പാലക്കാട് MP VK ശ്രീകണ്ഠനും പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 10,000 മുതൽ 12,000 വരെ, അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് ഒരു തരംഗമുണ്ടായാൽ അതിനു മുകളിലേക്ക് ഭൂരിപക്ഷം പോകും. എന്തായാലും തോൽവി എന്ന് പറയുന്നത് തങ്ങൾ ചിന്തിക്കുന്നതേ ഇല്ല. മികച്ച വിജയം, ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നുമില്ല, അവിടെ മികച്ച വിജയം, ഒരു 5 അക്ക ഭൂരിപക്ഷം എന്ന് തന്നെ അവർ അവകാശപ്പെടുന്നു. LDFിന്റെ സ്ഥാനാർത്ഥി സരിൻ വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും CPIM അതിനെ ഓൺ ചെയ്യുന്നില്ല. ഇന്നലെ MP ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി, പറഞ്ഞത് തങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്നാണ്. ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കും, വയനാട്ടിൽ നില മെച്ചപ്പെടുത്തും, ഇവിടെ വിജയപ്രതീക്ഷയുണ്ട്, ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമായി വന്നാൽ അവസാന നിമിഷം അവർ ചില കൈവിട്ട കളികളൊക്കെ തന്നെ ചില പത്രപരസ്യത്തിലൂടെ നടത്തിയിരുന്നു. അതൊക്കെ ഫലം ചെയ്താൽ, മുസ്ലിം വോട്ടുകളൊക്കെ ഒന്ന് ഭിന്നിക്കുകയൊക്കെ ചെയ്താൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. 3,000-4,000 വോട്ടുകൾക്കെങ്കിലും ജയിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും പരമ്പരാഗതമായി നോക്കുകയാണെങ്കിൽ പാലക്കാട് UDFിന്റെ ഒരു മണ്ഡലമാണ്. അവിടെ അട്ടിമറി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്, ഒരു ആകാംക്ഷയാണ് രാഷ്ട്രീയ കേരളത്തിന് ഉള്ളത്. അവസാന മണിക്കൂറുകൾ നടന്ന അടിയൊഴുക്കുകൾ, അത് ആരെ ബാധിച്ചു എന്നത് ആർക്കും ഊഹിക്കാൻ കഴിയുന്നതല്ല. നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ
അത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഒക്കെ തന്നെ വന്നു. അതൊക്കെ തന്നെ ഏത് തരത്തിൽ ആർക്ക് ഗുണകരമായ അടിയൊഴുക്കിലേക്ക് പോയി എന്നതിനെ അനുസരിച്ചായിരിക്കും അവിടെ ഫലമുണ്ടാവുക. അവിടെ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അതൊരു ചരിത്ര വിജയമായിരിക്കും. 2016 നേമത്ത് ഒ രാജഗോപാൽ അക്കൗണ്ട് തുറന്നതിന് ശേഷം നിയമസഭയിലേക്ക് ഒരു BJP അംഗത്തെ അയക്കാൻ പാലക്കാട് മണ്ഡലത്തിലൂടെ കഴിയുമെന്നവർ വിശ്വസിക്കുന്നുണ്ട്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞു. ഏതാണ്ട് 4% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ചേലക്കര നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 28 വർഷമായിട്ട് 96 മുതൽ LDFന്റെ CPIMന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അതിനു മുൻപ് 87 മുതൽ ഏതാണ്ട് 96 വരെ തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആയിരുന്നു അവിടെ വിജയിച്ചിരുന്നത്. പിന്നീട് അത് കൈവിട്ടുപോയി. അത് പിന്നെ തിരികെ കൈയടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 96 കെ രാധാകൃഷ്ണൻ വന്നപ്പോൾ മുതലാണ് കോൺഗ്രസിന്റെ കണ്ടകശനി അവിടെ തുടങ്ങിയത്. ആദ്യ തവണ 2323 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ചു. പിന്നീട് അത് കുറഞ്ഞ 1450 താഴുന്നുണ്ട്. എന്നാൽ പിന്നീട് 2006 മുതൽ ഭൂരിപക്ഷം ഗണ്യമായി രാധാകൃഷ്ണൻ വർദ്ധിപ്പിക്കുന്നു. 2006 അത് 20,000 എത്തുന്നുണ്ട്. 2011 വർദ്ധിക്കുന്നു. 2016 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവിടെ UR പ്രദീപ് വരുന്നപ്പോൾ വോട്ടിംഗ് ശതമാനത്തിലും ഒപ്പം തന്നെ ഭൂരിപക്ഷത്തിലും കുറവുണ്ടായി. പിന്നീട് 2021 കെ രാധാകൃഷ്ണൻ അവിടെ തിരിച്ചെത്തുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 39,400 വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്നു. അതുകൊണ്ട് 55% വോട്ട് പിടിക്കുന്നു. അങ്ങനെയാണ് അവിടെ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് തന്നെ UDF താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ബൂത്ത് തലത്തിൽ തന്നെ അവർ അവിടെ സ്ക്വാഡ് വർക്കുകളും ഒക്കെ ഒരു കാലത്തും മുൻപ് ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടന്നു. അതിന്റെ ആത്മവിശ്വാസമാണ് UDF കാണിക്കുന്നത്. അവരത് തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചു പറയുകയാണ്. അവരുടെ ഭൂരിപക്ഷം അവർ അവകാശപ്പെടുന്നത് ഏതാണ്ട് 4000 വരെ, പരമാവധി 4000 വരെയുള്ള ഒരു ഭൂരിപക്ഷം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഒരു ഈസി വാക്ക് ഓവർ LDFന് എന്തായാലും ഉണ്ടാകില്ല. ഒരു 3000 മുതൽ 4000 വരെയുള്ള വോട്ടുകൾക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം തങ്ങൾക്കുണ്ട്. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു വ്യക്തിപ്രഭാവം UR പ്രദീപിന് ലഭിക്കില്ല. ഒപ്പം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി വനിതാ നേതാവാണ് രമ്യ ഹരിദാസ്. സ്ത്രീകളുടെ ഒരു വോട്ട് കൂടുതൽ കിട്ടും. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഒരു അനുകമ്പ, ഒരു സിമ്പതി വോട്ടുകളും തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. LDF അവകാശപ്പെടുന്നത് ഏതാണ്ട് 18,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതിലവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ കഴിഞ്ഞ 28 വർഷമായി കൈവച്ചിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷെ നിലവിലെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ അതിലേക്ക് എത്തുമോ എന്ന് അറിയാൻ കഴിയില്ല. പുറമേ അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മികച്ച പോരാട്ടം നടന്ന, രാഷ്ട്രീയം പറഞ്ഞ് വികസന കാര്യങ്ങളും മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും ഒക്കെ തന്നെ തുടർച്ചയായി ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിലേത്. അതുകൊണ്ട് തന്നെ ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു മത്സരമായിട്ട് അത് മാറി. അവിടെയും ഇത്തരത്തിൽ ഒരു അട്ടിമറി നടക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.